കഴിഞ്ഞ മാസം ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ പിടിച്ചുലച്ചു. ട്രംപ് സർക്കാർ ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുന്നു. അമേരിക്കയിലേക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പലർക്കും ഇത് വലിയൊരു തിരിച്ചടിയായി. എന്നാൽ ഒരു ഇന്ത്യൻ വ്യവസായി ഇതിൽ പതറിയില്ല. അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. അത് അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ബിസിനസ് സാധ്യതകളെയും പാടെ മാറ്റുന്നതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് മറ്റാരുമല്ല, കിറ്റക്സിൻ്റെ ഉടമ സാബു ജേക്കബാണ്. സാബു ജേക്കബ് തുറന്നു വെച്ച ഈ പാത ഒരു യഥാർത്ഥ ബിസിനസ്മാൻ എങ്ങനെ ഇത്തരം കാര്യങ്ങളെ നേരിടണം എന്ന് കാണിക്കുന്നു. ഒപ്പം മറ്റുള്ളവർക്ക് ഇതെങ്ങനെ ഒരു മാതൃകയാകും എന്ന്. ഇത് ഈ ഒരൊറ്റ മേഖലയിൽ മാത്രം നടക്കുന്ന കാര്യമാണോ, അതോ മറ്റു മേഖലകളിൽ കൂടി ഇത് സാധ്യമാണോ എന്നുകൂടി ഈ വീഡിയോയിൽ നമ്മൾ നോക്കും. ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതിയുടെ ഒരു വലിയ ഭാഗം ഇപ്പോൾ 50% തീരുവ നേരിടുന്നു. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതിയുടെ 66% ഈ ഉയർന്ന താരിഫിന് വിധേയമാണ് എന്നാണ്. വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, പരവതാനികൾ, ഫർണിച്ചറുകൾ തുടങ്ങി അധ്വാനം കൂടുതൽ വേണ്ട ധാരാളം വ്യവസായങ്ങൾ, അതായത് ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളെ ഈ താരിഫുകൾ കൂടുതലായി ബാധിക്കും. അമേരിക്കൻ വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കൂടുകയും ഇത് കടുത്ത തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കിറ്റക്സ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ്. അതായത് കിറ്റക്സിൻ്റെ വരുമാനം ഏതാണ്ട് പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ കയറ്റുമതിയുടെ 70-90% വരെ അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ചാണ്. ഒരു വർഷം $106 മില്യൺ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് മാത്രം കിറ്റക്സ് നടത്തുന്നത്. കുട്ടികളുടെ വസ്ത്രങ്ങളിലാണ് കിറ്റക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കിറ്റക്സ് ഗാർമെൻറ്റ് 2 പതിറ്റാണ്ടിലേറെയായി ബിഗ് ബോക്സ് സ്പെഷ്യാലിറ്റി റീറ്റെയിലർമാർക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്നു. ഗർബർ ചിൽഡ്രൻസ് വെയർ, കാർട്ടേഴ്സ്, ദി ചിൽഡ്രൻസ് പ്ലേസ്, വോൾമാർട്ട്, ടാർഗറ്റ്, ആമസോൺ, സാംസ് ക്ലബ്, ടോയ്സ് ആർ us, മദർ കെയർ അങ്ങനെ വമ്പൻ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് കിറ്റക്സ്. മറ്റുള്ളവരുടെ ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിന് പുറമെ വാൾമാർട്ടിൽ വിൽക്കുന്ന ലിറ്റിൽ സ്റ്റാർ ഓർഗാനിക് എന്നൊരു ബ്രാൻഡ് കിറ്റക്സിന് സ്വന്തമായുണ്ട്. US-ലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കിറ്റക്സ് US LLC എന്ന അസോസിയേറ്റ് സ്ഥാപനവും അവരവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്ലാന്റിൻ്റെ കാര്യക്ഷമതയിൽ ആഗോള ശരാശരി 55% കിറ്റക്സിനത് 85%. ഇത്രയധികം ഇഫക്റ്റീവായും ചിലവ് ചുരുക്കിയും ക്വാളിറ്റിയിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കിറ്റക്സ് കുട്ടികളുടെ വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. സത്യത്തിൽ ഇതാദ്യമായല്ല ഒരു ഗവൺമെൻറ് നടപടികളോട് കിറ്റക്സ് പ്രതികരിക്കുന്നത്. മുൻപ് കേരളത്തിലെ പരിസ്ഥിതിയും സർക്കാർ നിലപാടുകളും തങ്ങൾക്ക് പ്രതികൂലമായപ്പോൾ കിറ്റക്സ് തെലങ്കാനയിലേക്ക് പ്രവർത്തനം മാറ്റി. 2 മെഗാ പാർക്കുകൾ വാറങ്കൽ, സീതാറാംപൂർ ഇവിടങ്ങളിൽ സ്ഥാപിച്ചു. പ്രതിദിനം 2.4 മില്യൺ യൂണിറ്റ് ശേഷിയാണ് അവരങ്ങനെ വർദ്ധിപ്പിച്ചത്. മാത്രമല്ല കേരളത്തിലെ ചെലവിൻ്റെ 5% വിലയ്ക്ക് അവിടെ ഭൂമി ലഭിച്ചു. വെള്ളം 75% വിലക്കുറവിൽ, 50% തൊഴിലാളികളുടെ കൊടുക്കുന്ന കൂലി, അവരുടെ എണ്ണം ഇതൊക്കെ കുറയ്ക്കാനും ഈ ഒരൊറ്റ മാറ്റം കൊണ്ട് കിറ്റക്സിന് സാധിച്ചു. അതായത് കേരളത്തിലെ ചെലവിൻ്റെ 5%-ന് അവിടെ ഭൂമി ലഭിക്കുന്നു, 75% വിലക്കുറവിൽ വെള്ളം ലഭിക്കുന്നു, മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൽ 50% വരെ കുറവ് വരുത്താൻ കിറ്റക്സിന് സാധിച്ചു. അതായത് മൊത്തത്തിൽ ഉത്പാദനത്തിൽ വരുന്ന ചിലവ് പാടെ കുറയ്ക്കാൻ ഈ ഒരൊറ്റ നടപടി കൊണ്ട് കിറ്റക്സിന് സാധിക്കുകയും അവരുടെ ഉത്പാദനം 10 മടങ്ങായി ഉയർത്താൻ സാധിക്കുകയും ചെയ്തു. ഇത് ഈ ഒരു അവസ്ഥയിൽ, അതായത് ഒരു ഗവൺമെൻറ്റിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ അതിനെ നേരിട്ട് എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാം എന്ന് സാബു ജേക്കബ് കാണിച്ചു തരുന്നതാണ്. സാബു ജേക്കബ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞത് ഇതൊരു അവസരമായിട്ടാണ് കിറ്റക്സ് കണ്ടത് എന്നാണ്. ഉദാഹരണത്തിന് അവിടെ ലിറ്റിൽ സ്റ്റാർ അമേരിക്കയിൽ വിറ്റുപോകുന്നത് $25 അടുത്ത തുകയ്ക്കാണ്. ഇതിൽ വോൾമാർട്ടിൻ്റെ വിഹിതം, എക്സ്പോർട്ട് ചിലവുകൾ, ടാക്സ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു തുക മാത്രമേ കയ്യിലെത്തൂ. അതായത് ഏതാണ്ട് പകുതിക്കടുത്ത് വരുന്നൊരു തുക, ഏകദേശം 750-800 രൂപ. പക്ഷേ കുട്ടികളുടെ വസ്ത്രത്തിന് ഇന്ത്യയിൽ 1000 മുതൽ 1500 രൂപ വരെ വിലയുണ്ട്. അത് തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ആണെങ്കിൽ ഏകദേശം 2000 രൂപയ്ക്ക് വരെ ഇത് വിൽക്കാം. ഇത് തന്നെയാണ് കിറ്റക്സ് ചെയ്തത്. അവർ അവരുടെ ലിറ്റിൽ സ്റ്റാർ ബ്രാൻഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. സാബു ജേക്കബിൻ്റെ വാക്കുകൾ US-ൽ നിന്ന് കിട്ടുന്നതിൻ്റെ 2-3 മടങ്ങ് ലാഭം അവർ ഇവിടെ ഉണ്ടാക്കുന്നു എന്നാണ്.
ഇതൊക്കെ ആര് വാങ്ങും എന്നല്ലേ? 80 ലക്ഷം ഇന്ത്യക്കാർ ഇന്ന് ഒരു മാസം ശമ്പളത്തിന് മുകളിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ടാക്സ് അടയ്ക്കുന്നവരുടെ മാത്രം കാര്യമാണ്. ഈ തുക ഉണ്ടാക്കുന്ന ടാക്സ് അടയ്ക്കാത്ത ബിസിനസ്സുകാർ വലിയൊരു സംഖ്യ വരും. ചുരുക്കത്തിൽ വാങ്ങാൻ ആളുണ്ട്. 2-3 വർഷത്തിനുള്ളിൽ 1000 കോടി വരുമാനം നേടാൻ പദ്ധതിയിട്ടാണ് കിറ്റെക്സ് മുന്നോട്ട് പോകുന്നത്. 2030 കുട്ടികളുടെ വസ്ത്രവിപണി $27 ബില്യൺ ആകും ഇന്ത്യയിൽ എന്നാണ് കരുതപ്പെടുന്നത്. അതായത് കിറ്റെക്സ് ഇന്ത്യൻ വിപണിയിൽ വലിയൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു രീതിയിലുള്ള മാറ്റം എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പലരും ആശങ്കപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്കിത് സീ ഫുഡ് വിപണിയിൽ കാണിച്ചു തരാമോ, അല്ലെങ്കിൽ മറ്റു വിപണിയിൽ സാധ്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലർക്കുമുണ്ട്. ഇതിന് ഈ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് സീ ഫുഡ് വിപണി ഉദാഹരണമായി എടുക്കാം. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ധാരാളം സീ ഫുഡ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ആപ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലിഷ്യസ്. ലിഷ്യസിനെ മാത്രം ഉദാഹരണമായി എടുത്താൽ ലിഷ്യസിൻ്റെ നിലവിലത്തെ വാല്യുവേഷൻ എത്രയാണെന്നറിയുമോ? $1.5 ബില്യൺ ആണ് ലിഷ്യസിൻ്റെ നിലവിലുള്ള വാല്യുവേഷൻ. ലിഷ്യസ്, ഫ്രഷ് ടു ഹോം തുടങ്ങി ധാരാളം ആപ്പുകൾ ഇന്ന് വിപണികളിൽ ലഭ്യമാണ്. ഇതിൽ ആരാണ് ലിഷ്യസ്, ഫ്രഷ് ഹോം മുതലായ ആപ്പുകളിൽ നിന്ന് ധാരാളമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്? അത് ഇന്ത്യയിൽ ഇന്ന് ധാരാളമുള്ള ഒരു ജനവിഭാഗമുണ്ട്. അതായത് അർബൻ വാസികളായിട്ടുള്ള 1 ലക്ഷത്തിന് മുകളിലും 15 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഒക്കെ മുകളിൽ ശമ്പളമുള്ള ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. വിവിധ സിറ്റികളിൽ, വിവിധ കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഇവരൊക്കെ ധാരാളം പ്രീമിയം പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്. ഇവരുടെ സംഖ്യ വളരെ വലുതാണ്. ഇങ്ങനെയുള്ള ആളുകൾ മുതൽ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് വരെയുള്ള ധാരാളം ആളുകൾക്കാണ് ലിഷ്യസ് പോലുള്ള ആപ്പുകൾ, ഫ്രഷ് ടു ഹോം പോലുള്ള ആപ്പുകൾ, അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള ആപ്പുകൾ നിരന്തരം ഡെലിവറി ചെയ്യുന്നത്. അതായത് ഇന്ന് പൂർണ്ണമായും വിദേശത്തേക്ക് സീ ഫുഡ് കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലിഷ്യസുമായോ ഫ്രഷ് ടു ഹോമായോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റുമായോ അങ്ങനെ തുടങ്ങിയ ബ്രാൻഡുകളുമായി കൂടെ ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു വിഹിതം ഇന്ത്യയിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇവയ്ക്ക് നിലവിൽ ഇന്ത്യയിൽ വിപണിയുണ്ട്. ആ വിപണി കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് സ്വന്തമായി ഇത്തരമൊരു പ്രീമിയം ബ്രാൻഡ് ഇന്ത്യയിൽ തന്നെ തുടങ്ങാവുന്നതുമാണ്. ഒരു ശരാശരി അമേരിക്കൻ കുടുംബത്തിൻ്റെ വരുമാനം $80,000 ഇന്ത്യയിൽ 2 കോടി ആളുകൾക്ക് നിലവിൽ സമാനമായ വരുമാനമോ പർച്ചേസിംഗ് പാരിറ്റിയോ ഉണ്ട്. അമേരിക്കൻ വിപണിയുടെ മൊത്തത്തിലുള്ള ശേഷിയേക്കാൾ വളരെ കുറവാണ് ഇത്. എങ്കിലും വലിയൊരു വിപണിയാണ് ഇന്ത്യ എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറക്കുന്നു. തീർച്ചയായും ഈ സ്ട്രാറ്റജിക്ക് പ്രശ്നങ്ങളുമുണ്ട്. ഇത് GDPയെ കാര്യമായി ബാധിക്കില്ല എങ്കിലും ഇത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ ബാധിക്കും. പക്ഷേ അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഈ ഒരു പ്രശ്നം സർക്കാരിൻ്റെ വിദേശ നയവുമായും സർക്കാരിൻ്റെ മറ്റ് പോളിസികളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് കാരണം ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും ഈ വിഷയം എങ്ങനെ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കൂടുതൽ മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത്, പ്രത്യേകിച്ച് ആയുധങ്ങൾ, ഡ്രോണുകൾ, മരുന്നുകൾ, അങ്ങനെ പലതും കയറ്റുമതി ചെയ്ത് ഇന്ത്യക്ക് ഡെഫിസിറ്റ് തീർച്ചയായും ഭാവിയിൽ നികത്താൻ സാധിക്കും. സർക്കാർ ആ നിലയ്ക്ക് ശ്രമിക്കും എന്ന് തന്നെ കരുതാം. എന്തായാലും സാബു ജേക്കബ് കാണിച്ച മാതൃക മറ്റുള്ളവരും പിന്തുടരും എന്ന് കരുതാം. നന്ദി.